ഗുഡ് ഈവനിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ISRO ചാരക്കേസ് CI ആയിരുന്ന S വിജയൻ കെട്ടിച്ചമച്ചതെന്ന CBI കുറ്റപത്രം. ഹോട്ടലിൽ വെച്ച് കയറിപ്പിടിക്കാനുള്ള ശ്രമം ചെറുത്തതിന്റെ വൈരാഗ്യത്തിലാണ് മറിയം റഷീദയെ S വിജയൻ അറസ്റ്റ് ചെയ്തത്. ചാരക്കേസിൽ പ്രതിയായ നമ്പി നാരായണൻ പോലീസ് കസ്റ്റഡിയിൽ മൃതപ്രായനായെന്നും കുറ്റപത്രത്തിൽ പരാമർശം. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, രാജ്യത്താകെ ചർച്ചയായ ഒന്നാണ് ISRO ചാരക്കേസ്. ഇതിലിപ്പോൾ നമ്പി നാരായണന്റെ പ്രതികരണം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഈ കുറ്റപത്രത്തിൽ ഏറ്റവും പുതിയതായി പരാമർശിക്കുന്ന കണ്ടെത്തലുകൾ അത് എന്തൊക്കെയാണ്? ഈ കുറ്റപത്രത്തിന്റെ ആകെ വിശദാംശങ്ങൾ എന്തൊക്കെ? പ്രവിധ, രാജ്യത്ത് തന്നെ വലിയ ചർച്ചയായ രാജ്യത്തെ ഭാവി കർമ്മ പദ്ധതിയെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ISRO ചാരക്കേസ്. ISRO ചാരക്കേസ് ഗൂഢാലോചനയാണെന്നും കെട്ടിച്ചമച്ചതാണെന്നുമാണ് ഇപ്പോൾ CBI കോടതിയിൽ നൽകിയിരിക്കുന്ന കുറ്റപത്രത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻ DGP സിബി മാത്യൂസ് അടക്കം 5 പേർ പ്രതികളായ ISRO ചാരക്കേസ് ഗൂഢാലോചന കേസിന്റെ കുറ്റപത്രത്തിൽ വന്ന വിശദാംശങ്ങൾ ഇങ്ങനെ: ചാരക്കേസ് കെട്ടിച്ചമച്ചതാണ്. തിരുവനന്തപുരത്തെ ഹോട്ടൽ റെയ്ഡിനിടെയാണ് CE ആയിരുന്ന S വിജയൻ മറിയം റഷീദയെ കാണുന്നത്. ഹോട്ടൽ മുറിയിൽ വെച്ച് S വിജയൻ മറിയം റഷീദയെ കടന്നുപിടിച്ചു. മറിയം റഷീദ അത് എതിർത്തു. ഈ വിരോധത്തിലാണ് വിസ കാലാവധി കഴിഞ്ഞിട്ടും കേരളത്തിൽ രാജ്യത്ത് തങ്ങിയെന്ന് ആരോപിച്ച മാലി വനിതയായ മറിയം റഷീദയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് കസ്റ്റഡിയിൽ ചോദിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല. തുടർന്നാണ് S വിജയൻ ചാരപ്രവർത്തനം ആരോപിച്ച മറിയം റഷീദയ്ക്കെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. ആദ്യ അറസ്റ്റിന് ശേഷം 12 ദിവസം കഴിഞ്ഞാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്യുന്നതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അന്നത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ R രാജീവനും IBയുടെ അന്നത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ RB ശ്രീകുമാറും ചേർന്നാണ് ചാരക്കേസിൽ നമ്പി നാരായണനെ പ്രതി ചേർക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് കുറ്റപത്രത്തിൽ CBI പറയുന്നുണ്ട്. പോലീസ് കസ്റ്റഡിയിലായിരുന്ന നമ്പി നാരായണനെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ ഗസ്റ്റ് ഹൌസിൽ വെച്ച് IB ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. ഈ സമയം നമ്പി നാരായണന് ക്രൂരമായ മർദ്ദനമേറ്റ് നമ്പി നാരായണൻ അവശനാണെന്നും ഡോക്ടറെ കാണിക്കണമെന്നും പോലീസ് ഉദ്യോഗസ്ഥനായ ജോഷുവ ആണ് പറഞ്ഞതെന്ന് റിട്ടയർഡ് SP ബേബി ചാൾസ് മൊഴി നൽകിയിട്ടുണ്ട്. താൻ പരിശോധിക്കുമ്പോൾ മർദ്ദനമേറ്റ് നമ്പി നാരായണൻ മൃതപ്രാണനായിരുന്നുവെന്ന് പരിശോധിച്ച ഡോക്ടർ സുകുമാരനും മൊഴി നൽകിയിട്ടുണ്ട്. ഇനി മർദ്ദിച്ചാൽ നമ്പി നാരായണൻ മരിച്ചുപോകുമെന്ന് താൻ പോലീസിനോട് പറഞ്ഞതായും ഡോക്ടറുടെ മൊഴിയുണ്ട്. അന്നത്തെ അന്വേഷണത്തിൽ ചാരപ്രവർത്തനത്തിന് തെളിവ് കണ്ടെത്തിയിട്ടില്ലെന്നാണ് IB അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന വിനോദ് കുമാറിന്റെ മൊഴി. ചാരക്കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടത് S വിജയനാണ്. അത് ചോർത്തി നൽകിയെന്ന് തന്നെയാണ് CBI കുറ്റപത്രത്തിൽ പറയുന്നത്. മാത്രവുമല്ല, അതിന് തെളിവായി മാധ്യമപ്രവർത്തകരുടെ മൊഴിയടക്കമുള്ള കാര്യങ്ങളും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ക്രൂരമായ ദേഹോപദ്രവം ഏൽപ്പിക്കൽ അടക്കമുള്ള കുറ്റമാണ് ഗൂഢാലോചന കേസിന്റെ കുറ്റപത്രത്തിൽ CBI പരാമർശിക്കുന്നത്. നമ്പി നാരായണന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു. താൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ കേസിൽ താൻ നിരപരാധിയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കണമായിരുന്നു. അതായിരുന്നു തന്റെ ജോലിയെന്നും ഇനി തനിക്ക് ജോലിയില്ല എന്നും നമ്പി നാരായണൻ പറഞ്ഞു. മാത്രമല്ല, പ്രതികൾ ജയിൽവാസം അനുഭവിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ലെന്നും നമ്പി നാരായണൻ കൂട്ടിച്ചേർത്തു. ഏതായാലും രാജ്യമാകെ ശ്രദ്ധയാകർഷിച്ച ഒരു കേസിലാണ് വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് CBI കുറ്റപത്രം, അതിന്റെ വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രവിധ, ശരി, വർഷങ്ങൾ നീണ്ട കേസാണ്. ഇപ്പോൾ നിർണായകമായ കണ്ടെത്തലാണ് CBIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ISRO ചാരക്കേസിൽ CI ആയിരുന്ന S വിജയൻ കെട്ടിച്ചമച്ചതാണ് എന്നതാണ് CBIയുടെ കുറ്റപത്രത്തിൽ പറയുന്ന പ്രധാന കാര്യം. വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. ISRO ചാരക്കേസ് ഗൂഢാലോചനയിലെ CBI കുറ്റപത്രത്തെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന് നമ്പി നാരായണൻ. താൻ കുറ്റം ചെയ്യില്ല എന്ന് തെളിയിക്കുകയായിരുന്നു എന്റെ ജോലി, അത് കഴിഞ്ഞു. പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചാലും ഇല്ലെങ്കിലും തനിക്കൊന്നുമില്ല. പുതിയ കുറ്റപത്രത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും നമ്പി നാരായണൻ പറഞ്ഞു. ഇത് ഒരു ടിപ്പിക്കൽ കേസാണ്. അതായത് ഒരു പോലീസ് അട്രോസിറ്റീസ് എഗൻസ്റ്റ് എൻ ഇൻഡിവിജ്വൽ വരികയാണെങ്കിൽ അതിന് റിയാക്ട് ചെയ്യാനായിട്ട് പലരും മടുക്കുകയോ അല്ലെങ്കിൽ അതുവരെ ചെയ്തിട്ടില്ല. ഞാനത് ചെയ്തിട്ടുണ്ട്. അത് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ്മെന്റ് തന്നെ വന്നിട്ടുണ്ട്. ആ ജഡ്ജ്മെന്റിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇതൊക്കെ ചെയ്യാവുന്നുള്ളത്. ദേ ഹാവ് യൂസ് സ്പെഷ്യൽ പവേഴ്സ് അതൊക്കെ. അപ്പൊ അങ്ങനെ വന്നതിന് ശേഷം എന്റെ ജോലി കഴിഞ്ഞെന്ന് ഞാൻ പറയാൻ കാരണം ആ ജഡ്ജ്മെന്റിനോട് കൂടെ എന്റെ ജോലി കഴിഞ്ഞു. ഇനി ഇവർക്ക് പനിഷ്മെന്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആസ് എൻ ഇൻഡിവിജ്വൽ നമ്പി നാരായണൻ എന്നുള്ള ഒരു വ്യക്തിക്ക് ഇതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അവർ ആൾറെഡി പനിഷ്ഡാണ്. ഇതിനകത്ത് എനിക്കിനി പനിഷ് ചെയ്യാനുമായിട്ടോ ഇനി ആൾറെഡി ദേ ആർ ദ സഫറേഴ്സ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തൃശൂരിലും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. തൃശൂർ പാഴൂർ സ്വദേശിയായ 7ാം ക്ലാസ്സുകാരനാണ് രോഗം ബാധിച്ചത്. എറണാകുളം അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, തുടർച്ചയായി കേരളത്തിൽ ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ തൃശൂരിലേത്
ഇത് ആദ്യത്തെ കേസാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ സൂരജിനെ തിരുത്താം. നിലവിൽ ഈ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണോ? എന്താണ് ഈ കുട്ടിയുടെ ആരോഗ്യനിലയെ കുറിച്ച് ഡോക്ടേഴ്സ് പറയുന്നത്? എവിടെ നിന്നാണ് ഈ അസുഖം ബാധിച്ചതെന്നാണ് കരുതുന്നത്? ഈ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരം എന്നുള്ളത് തന്നെയാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. എറണാകുളം അമൃത ആശുപത്രിയിലാണ് ഈ കുട്ടി ചികിത്സയിലുള്ളത്. പാടൂർ സ്വദേശിയായിട്ടുള്ള 7ാം ക്ലാസ്സുകാരനാണ്. 12 വയസ്സുള്ള കുട്ടിക്ക് കഴിഞ്ഞ ജൂൺ 1-നാണ് കടുത്ത പനി അനുഭവപ്പെടുന്നത്. ഇതേ തുടർന്ന് പാടൂരിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ഈ പനി മാറിയില്ല. തുടർന്ന് ജൂൺ 2-ന് ഈ കുട്ടിയെ തൃശ്ശൂരിലൊരു സ്വകാര്യ ആശുപത്രിയിലേക്കും പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് പിന്നീട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു. പക്ഷേ അപ്പോഴും ഈ രോഗാവസ്ഥ കൂടുതലായതിനെ തുടർന്ന് ഈ കുട്ടിയെ ജൂൺ 16-ന് അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ അമൃത ആശുപത്രിയിൽ കുറച്ചു ദിവസം ഈ കുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി എല്ലാമാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ പുരോഗതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ അമൃത ആശുപത്രി അധികൃതരും അതുപോലെ തന്നെ തൃശ്ശൂർ DMOയും അടക്കം അറിയിക്കുന്നത്. ഈ കുട്ടി പാടത്ത് കളിക്കാനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഈ പാടത്ത് നിന്നാണോ ഈ വയലിൽ നിന്നാണോ ഈ കുട്ടിക്ക് ഈ രോഗം വന്നത് എന്ന് സംബന്ധിച്ചുള്ള ഒരു പരിശോധന എല്ലാം നടത്തേണ്ടതുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് കുടുംബാംഗങ്ങളുടെ ഉൾപ്പെടെയുള്ള വിവരം ശേഖരിക്കേണ്ടതുണ്ട്. അത്തരം അന്വേഷണങ്ങൾ പിന്നാലെ നടത്തും എന്നുള്ളതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. എന്തായാലും ഈ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. ആരോഗ്യസ്ഥിതി പൂർണ്ണമായും മടങ്ങി വരുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ആശങ്കകൾ ഒഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് DMO അടക്കം വിശദീകരിക്കുന്നത്. പ്രവിധ, തൃശൂർ സ്വദേശിയായ കുട്ടിക്കാണ് ഇപ്പോൾ അമേബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് സൂരജ് സജി നൽകിയത്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവയിലെ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ പ്രത്യേക പ്രസ്താവനയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ വിമർശനങ്ങൾ മുഖ്യമന്ത്രി ശരിവെച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. കേന്ദ്ര ഗ്രാന്റിൽ 3 വർഷം കൊണ്ട് 19,000 കോടി രൂപയുടെ കുറവുണ്ടായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തനതു വരുമാനം 56% വർദ്ധിപ്പിച്ചാണ് സംസ്ഥാനം പിടിച്ചുനിന്നത്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കും. പെൻഷൻ തുക കൂട്ടാനാണ് സർക്കാർ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ചട്ടം 300 അനുസരിച്ച് നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ക്ഷേമാനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഈ കുടിശ്ശിക നിവാരണം ഒരു സമയബന്ധിത പരിപാടിയായി ഏറ്റെടുത്ത് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ജീവനക്കാരുടെ DA, ശമ്പള പരിഷ്കരണ കുടിശ്ശിക എന്നിവയുടെ 2 ഗഡു ഈ വർഷം മുതൽ നൽകുമെന്നും മുഖ്യമന്ത്രി. സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ വിമർശനം ശരിവെക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾക്ക്, ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക്, ഞങ്ങൾ നിങ്ങളെ വിമർശിച്ച കാര്യങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ ഈ 300 സ്റ്റേറ്റ്മെന്റിനെ കാണുന്നത്. ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് അടിവരയിടുകയാണ് മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെന്റിലൂടെ. സർക്കാരിന്റെ മുൻഗണനയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതെന്നും പറഞ്ഞതെല്ലാം നടപ്പാക്കുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. പ്രതിപക്ഷം തലക്കെട്ടിനു വേണ്ടി സംസാരിക്കുമ്പോൾ വസ്തുതകൾ മറക്കരുതെന്നും മന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിനു പിന്നാലെയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാനുള്ള സർക്കാർ തീരുമാനം. 24 തിരുവനന്തപുരം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോര്. അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ KK രമ സർക്കാരിനെ കടന്നാക്രമിച്ചു. രാഷ്ട്രീയം നോക്കാതെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ് മറുപടി നൽകി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കുസാറ്റ KCA പീഡന പരാതികളും SFI മുൻ നേതാവ് അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചെന്ന ആരോപണവും നടി ആക്രമിക്കപ്പെട്ടതുമെല്ലാം പ്രതിപക്ഷം ആയുധമാക്കി. ഇരയ്ക്കൊപ്പം നിൽക്കുന്നുവെന്ന് പറയുകയും വേട്ടക്കാരനൊപ്പം കുതിക്കുകയും ചെയ്യുന്ന സർക്കാരെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ KK രമ MLA. വളരെ ഗുരുതരമാണ് സർ ഈ കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ. ഇരയ്ക്കൊപ്പം നിൽക്കുകയും എന്ന് പറയുന്നത് വേട്ടക്കാരനൊപ്പം കിതക്കുകയും ചെയ്യാണ് സർ ഈ സർക്കാർ. അതാണ് ഈ സർക്കാർ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പകരം KK രമയുടെ നോട്ടീസിന് മറുപടി നൽകിയത് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സ്ത്രീകളെ ആക്ഷേപിക്കുന്ന സൈബർ സംഘങ്ങളെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്ന ആരോപണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പൊതു നിലപാട് ഉണ്ടാകണം. ആ നിലപാടിൽ ഇങ്ങനെയുള്ള സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ല. അതിലൊരു നിലപാടേ പാടുള്ളൂ. അത് ആരതിക്രമം ചെയ്താലും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നുള്ളതാണ് സാർ അതിലുള്ള നിലപാട്. അത് മുഖം നോക്കാതെ നടപടിയെടുക്കും സാർ. അതിലേതറ്റം വരെ സർക്കാർ പോകും സാർ.
ആരോഗ്യമന്ത്രിയോട് മറുപടി തള്ളിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ CPIM, SFI, DYFI പ്രവർത്തകർ ഉൾപ്പെട്ട കേസുകൾ സഭയിൽ ഉന്നയിച്ചു. കാപ്പ പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച മന്ത്രിയാണ് സഭയിൽ മറുപടി പറഞ്ഞതെന്ന പരിഹാസം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സിനെ സ്ഥലം മാറ്റിയ ആളാണ് ആരോഗ്യമന്ത്രിയെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോൾഡായി അതിന് മൊഴി കൊടുത്ത ആ സ്ത്രീയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ ആളാണ് ഈ ആരോഗ്യമന്ത്രി. സ്വീകരണം നൽകിയ ആളുടെ പേരിലുള്ളത് രാഷ്ട്രീയ കേസുകൾ മാത്രമെന്ന വീണ ജോർജിന്റെ ന്യായീകരണം. അടിയന്തര പ്രമേയ നോട്ടീസിന് മുഖ്യമന്ത്രി മറുപടി പറയാത്തതിൽ KK രമ ആക്ഷേപമുന്നയിച്ചു. സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക്. ആദ്യ മദർഷിപ്പിനെ വരവേൽക്കാൻ ഒരുങ്ങി വിഴിഞ്ഞം തുറമുഖം. സാൻ ഫെർണാണ്ടോ കപ്പൽ നാളെ രാവിലെ 9 മണിക്ക് തുറമുഖത്തടുക്കും. മറ്റന്നാളാണ് സർക്കാരിന്റെ ഔദ്യോഗിക സ്വീകരണം. നാളെ രാവിലെ 9 മണിക്ക് തുറമുഖത്തടുക്കുന്ന കപ്പലിൽ നിന്ന് നാളെ തന്നെ കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങും. 1960 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തിറക്കുക. മറ്റന്നാൾ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി, മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് കൂറ്റൻ മദർഷിപ്പിന് ഔദ്യോഗിക സ്വീകരണം നൽകും. ട്രയൽ റൺ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രതിഷേധമറിയിച്ച വിഴിഞ്ഞം ജമാഅത്തുമായി ഉൾപ്പെടെ ചർച്ച നടത്തിയെന്നും ഇനി പ്രതിഷേധമുണ്ടാകില്ല എന്നും മന്ത്രി VN വാസവൻ. അവർ പ്രഖ്യാപിച്ചിട്ട് അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും തീരും. ഞങ്ങൾ ഇന്നലെ തന്നെ അത് സംസാരിച്ച് ധാരണയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നതിന്റെ 106 കോടി രൂപ ഇതിനോടകം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തിറക്കുന്ന ചരക്ക് ഫീഡർ കപ്പലുകളെത്തി വിവിധ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് നിരവധി മദർഷിപ്പുകളും ഫീഡർ ഷിപ്പുകളും സെപ്റ്റംബർ വരെ തുറമുഖത്ത് വന്നുപോകും. ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പങ്കെടുക്കില്ല. നോട്ടീസിൽ മാത്രമാണ് പേര് കണ്ടതെന്നും ഔദ്യോഗിക ക്ഷണം ഇല്ലെന്നുമാണ് അതിരൂപത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട മലയാളിയുടെ കാത്തിരിപ്പ് മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിക്കും. സാൻ ഫെർണാണ്ടോ നാളെ വിഴിഞ്ഞം തുറമുഖത്തെ കടുക്കും. വിഴിഞ്ഞം ലോകത്തിനു മുൻപിൽ വാതിൽ തുറക്കുകയാണ്. ക്യാമറമാൻ ജിനോസ് രാജിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്ന് പനി ബാധിച്ച് 3 മരണം. 13,600 പേർ ചികിത്സ തേടി. മലപ്പുറത്താണ് പനിബാധിതർ കൂടുതൽ. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, പണിക്കണക്ക് എങ്ങനെയാണ്? പ്രവിധ സംസ്ഥാനത്ത് 2 ദിവസത്തെ പനിക്കണക്കുകൾ, അതായത് ഇന്നലത്തെയും ഇന്നത്തെയും പനിക്കണക്കുകളാണ് സംസ്ഥാന സർക്കാർ, അതായത് ആരോഗ്യവകുപ്പ് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ 2 ദിവസം കൊണ്ട് സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ പനി ബാധിച്ച് ചികിത്സ തേടിയവരുടെ എണ്ണം 27,000-ന് മുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഇന്ന് പനി ബാധിച്ച് ചികിത്സ തേടിയത് 13,600 പേരാണ്. മലപ്പുറത്താണ് ഇന്ന് പനിബാധിതർ കൂടുതൽ. 2,537 പേർ മലപ്പുറത്ത് പനിക്ക് ചികിത്സ തേടിയിട്ടുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ 1000-ന് മുകളിൽ പ്രതിദിന രോഗബാധിതർ ഉണ്ടായിട്ടുണ്ട്. 164 പേർക്ക് ഇത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 470 പേർക്ക് ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണങ്ങളുമുണ്ട്. അവർക്ക് ഡെങ്കിപ്പനി സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. ഡെങ്കിപ്പനി ബാധിതർ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് കൊല്ലത്താണ്. 52 പേർക്കാണ് കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. 45 പേർക്ക് H1N1 24 പേർക്ക് മഞ്ഞപ്പിത്തവും സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. 2 മരണങ്ങൾ പനിമൂലമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 2 മരണങ്ങളാണ് എലിപ്പനിയും അതുപോലെ ഡെങ്കിപ്പനിയും H1N1 മൂലമെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒരാൾ വയറിളക്ക രോഗം മൂലം മരണപ്പെട്ടതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ 3 മരണങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 3 മരണങ്ങൾ ഇന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലത്തെ പനിബാധിതരുടെ എണ്ണം 13,756 കൂടുതൽ പനിബാധിതർ ഇന്നലെ മലപ്പുറം ജില്ലയിലാണ്. 2,545 പേർ മലപ്പുറത്ത് പനിബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും തൃശ്ശൂരും പാലക്കാടും കോഴിക്കോടും ജില്ലകളിൽ 1000-ന് മുകളിൽ പനിബാധിതർ ഇന്നലെയുണ്ട്. ഡെങ്കിപ്പനി 225 പേർക്കാണ് ഇന്നലെ സംസ്ഥാനത്താകമാനം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കൂടുതൽ ഡെങ്കി ബാധിതർ ഇന്നലെ ഉണ്ടായിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ്. 82 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഇന്നലെ സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. 13,600 പേർ ചികിത്സ തേടി. മലപ്പുറത്താണ് കൂടുതൽ പനിബാധിതരുള്ളത്. വിവരങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയത്. ഗോവയിലെ പെർണം തുരങ്കത്തിൽ മണ്ണിടിഞ്ഞതോടെ താറുമാറായ റെയിൽ ഗതാഗതം രാത്രിയോടെ പൂർവ്വസ്ഥിതിയിലാകുമെന്ന് പ്രതീക്ഷ. മണ്ണ് നീക്കാനുള്ള ജോലി യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന 3 ട്രെയിനുകൾ റദ്ദാക്കി. ഗോവയിലെ പെർണം റെയിൽവേ തുരങ്കത്തിൽ നിന്നും മണ്ണും ചെളിയും നീക്കാനുള്ള പ്രധാന തടസ്സം പ്രതികൂല കാലാവസ്ഥയാണ്. കൊങ്കൺ പാതയിൽ റെയിൽ ഗതാഗതം താറുമാറായി.
തിരുവനന്തപുരം ലോകമാന്യ തിലക് തിരുവനന്തപുരം, ലോകമാന്യ തിലക് മംഗളൂരു എക്സ്പ്രസുകൾ റദ്ദാക്കി. കേരളത്തിൽ നിന്നും ഇന്നലെയും ഇന്നുമായി പുറപ്പെട്ട 10 ട്രെയിനുകൾ ഈറോഡ്, പൻവേൽ വഴി തിരിച്ചുവിട്ടു. കേരളത്തിലേക്ക് വരുന്ന 8 ട്രെയിനുകളും റൂട്ട് മാറ്റി. പ്രശ്നപരിഹാരമായില്ലെങ്കിൽ കൂടുതൽ ട്രെയിനുകൾ റദ്ദാക്കാനും വഴിതിരിച്ചുവിടാനും സാധ്യതയുണ്ട്. ആവശ്യത്തിന് ട്രെയിനുകളില്ലാതെ ബുദ്ധിമുട്ടുന്ന മലബാറിനെ നിയന്ത്രണം കൂടുതൽ ബാധിച്ചു. മധ്യ കേരളത്തിൽ നിന്നും ജനറൽ കോച്ചുകളുള്ള 4 ട്രെയിനുകൾ മാത്രമാണ് മലബാറിലേക്ക് ഇന്ന് സർവീസ് നടത്തിയത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. വൈസ് ചാൻസലർമാർ സ്വന്തം കേസ് നടത്താൻ സർവകലാശാല ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച പണം തിരിച്ചടയ്ക്കണമെന്നുറക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചാൻസലറായ ഗവർണർക്കെതിരെ കേസ് നടത്താനാണ് VC-മാർ 1,13,00,000 രൂപ ചെലവഴിച്ചത്. ഗവർണർ നിയമനം അസാധുവാക്കിയതിന് എതിരെയാണ് വിവിധ സർവകലാശാല VC-മാർ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയെയും സമീപിച്ചത്. ഇതിനായി സർവകലാശാല ഫണ്ടിൽ നിന്ന് പണം ഉപയോഗിച്ചതിന്റെ കണക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വെളിപ്പെടുത്തിയിരുന്നു. കാൽപന്തോളം. യൂറോ കപ്പ് ഫൈനലിലെ സ്പെയിനിന്റെ എതിരാളിയെ ഇന്നറിയാം. 2ാം സെമിയിൽ ഇംഗ്ലണ്ട് രാത്രി 12:30 നെതർലൻഡ്സിനെ നേരിടും. ലമീൻ യമാൽ എന്ന 16-കാരനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ ചൂടേറിയ ചർച്ചകൾ. യമാലിന്റെ മിന്നും പ്രകടനമാണ് സ്പെയിനെ യൂറോ കപ്പിന്റെ ഫൈനലിൽ എത്തിച്ചത്. 16 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്പാനിഷ് പ്രാദേശിക പത്രമായ ദിയാരിയോ സ്പോർട്ടും യുനിസെഫും ചേർന്ന ചാരിറ്റി കലണ്ടറിനായി ലിയോണൽ മെസ്സിയെയും ഒരു കൊച്ചുകുഞ്ഞിനെയും വെച്ച ചില ഫോട്ടോകൾ എടുത്തു. അന്ന് 20 വയസ്സുണ്ടായിരുന്ന മെസ്സി ലോകം കീഴടക്കുമെന്നും ഇതിഹാസമാകുമെന്നും പ്രവചിച്ചവർ ഏറെയുണ്ട്. എന്നാൽ മെസ്സി താലോലിക്കുന്ന കുഞ്ഞ് ഒരു നാൾ ഫുട്ബോൾ ലോകത്തിന്റെ നെറുകയിലെത്തുമെന്ന് സങ്കല്പിച്ചവർ പോലും ഉണ്ടാകില്ല. പുതിയ മെസ്സി എന്ന് ലോകം വാഴ്ത്തുന്ന അവന്റെ പേരാണ് ലമീൻ യമാൽ. മെസ്സിയെപ്പോലെ ലാമാസിയയിൽ നിന്നാണ് യമാലിന്റെയും വരവ്. മെസ്സിയെ ഇതിഹാസമാക്കിയ ബാഴ്സലോണയ്ക്കായാണ് അവനും പന്തു തട്ടുന്നത്. സ്പാനിഷ് ലീഗിലും സ്പെയിൻ ദേശീയ ടീമിലും യൂറോ കപ്പിലും കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. കുഞ്ഞു യമാലിന്റെ പേരിലുള്ള വലിയ റെക്കോർഡുകൾ. ഒടുവിൽ ഫ്രാൻസിനെ പുറത്താക്കിയുള്ള മഴവിൽ ഗോൾ പറന്നിറങ്ങിയത് യൂറോ കപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനെന്ന നേട്ടത്തിലേക്ക് കൂടിയായിരുന്നു. മെസ്സിയുടെയും റൊണാൾഡോയുടെയും പകരക്കാരായി എംബാപ്പയെയും എർലിംഗ് ഹാലൻഡിനെയും വാഴിക്കാൻ കാത്തിരുന്നവർക്കിടയിലേക്കാണ് ലമീൻ യമാലിന്റെ മാസ് എൻട്രി. ഇനി യമാലിന്റെ കാലുകളിലേക്ക് കൂടി ഉറ്റുനോക്കാതെ ഫുട്ബോൾ ആരാധകർക്ക് തരമില്ല. സ്പോർട്സ് ഡെസ്ക് 24. മലയാറ്റൂരിൽ കിണറ്റിൽ വീണ കാട്ടാനക്കുട്ടിയെ കരകയറ്റി അമ്മയാന. പ്രദേശത്ത് കാട്ടാനകൾ നിലയുറപ്പിച്ചത് ഭീതി പരത്തി. മുല്ലപ്പെരിയാർ ഡാമിന് സമീപത്തെ ഗ്രില്ലിൽ കുടുങ്ങിയ കാട്ടാന ഏറെ നേരത്തിനു ശേഷം സ്വയം നീന്തിക്കയറി. അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് സമീപത്തും ഇന്ന് കാട്ടാനകൾ ഇറങ്ങി. പുലർച്ചെ 3:30 മലയാറ്റൂർ ഇല്ലിത്തോട് 1-ാം ബ്ലോക്കിൽ പാണ്ടാല സാജുവിന്റെ പുരയിടത്തിൽ കാട്ടാനക്കൂട്ടമെത്തിയത്. കൃഷി ചവിട്ടി മെതിച്ച് നീങ്ങവേ കുട്ടിയാന കിണറിൽ വീണു. കിണറിന് ചുറ്റും ചിഹ്നം വിളിച്ച് കാട്ടാനകൾ. നാട്ടുകാരെയും വനംവകുപ്പ് ജീവനക്കാരെയും അടുപ്പിച്ചില്ല. ഏറെ നേരത്തിന് ശേഷം അമ്മയാന കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കാട് കയറി. ആനശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് റോഡ് ഉപരോധിച്ച നാട്ടുകാർ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞിട്ടു. വാക്കേറ്റവുമുണ്ടായി. ഉദ്യോഗസ്ഥർക്ക് ഉദാസീനത ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹാരം കാണുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ തരും. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉദാസീനത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉദാസീനതയ്ക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടത്തും. മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന ഷട്ടറിന് സമീപത്തെ ഗ്രില്ലിൽ കാട്ടാന കുടുങ്ങിയത് രാവിലെ 7 മണിയോടെ. ശക്തമായ വെള്ളമൊഴുക്കിൽ ആനയ്ക്ക് തിരിച്ചു നീന്താനും കഴിഞ്ഞില്ല. തേക്കടിയിലെ ഷട്ടർ അടച്ച് തമിഴ്നാട്ടിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചതോടെയാണ് ആന നീന്തിക്കയറിയത്. അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് സമീപം നായ്ക്കർപാടിയിൽ ആനകൾ ഭീതി വിതച്ചു. പുലർച്ചെ 2 മണിക്കെത്തിയ കാട്ടാനക്കൂട്ടം 6:30 വരെ സ്ഥലത്ത് തമ്പടിച്ചു. നാട്ടുകാർ പടക്കം പൊട്ടിച്ചാണ് ആനകളെ കാട് കയറ്റിയത്. ന്യൂസ് ഡെസ്ക് 24. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു.